അപ്പം ഞങ്ങളിവിടെ കുറച്ച് ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതെന്തായി എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ആദ്യം തന്നെ നമ്മുടെ ഒരു ബറാബ ഫ്രൂട്ട്സാണ് നിൽക്കുന്നത്. അപ്പം അതിനകത്ത് കാ പിടിച്ചിട്ടുണ്ടോ, അതെങ്ങനെ ഇരിക്കുകയാണ്, അതൊക്കെ ഞങ്ങൾക്കും കാണാൻ ഒരുപാട് ആകാംക്ഷയായിരുന്നു. 2 പ്രാവശ്യമായിട്ട് അതിനകത്ത് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു രസമാണ്. ടേസ്റ്റ് നമുക്ക് എബിനെയും കൊണ്ട് നോക്കിക്കാം കേട്ടോ. അപ്പം എബിനെ വന്നേ, എബിനെ. ഇതാണ് നമ്മുടെ ബറാബ ഫ്രൂട്ട്. ഞാൻ ആദ്യമായിട്ടോ കാണുന്നത് ഇങ്ങനൊരു സാധനം. എല്ലായിടത്തും നന്നായിട്ട് പഴുത്തിരിക്കുക കേട്ടോ. നല്ലതായിട്ട് പഴുത്തിരിക്കുക. എബിൻ വരുന്ന സമയം നോക്കിയാന്ന് തോന്നുന്നു എല്ലാം പഴുത്തത്. കുറെ എണ്ണം ഉണ്ട്. നല്ല ടേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് കണ്ടിട്ട്. ഞാൻ പറയട്ടെ, ഇത് എന്തുവാ സംഭവം? എന്തുവാ, പുളിയാണോ ഉപ്പാണോ? എല്ലാ ഫ്രൂട്ട്സും ഉണ്ടല്ലോ. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എനിക്കും പപ്പിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പുളിയും ഇച്ചിരി മധുരവും ഒക്കെ ആയിട്ടേ നല്ല രസമാണ് കഴിക്കാനായിട്ട്. നീ ഒന്ന് കഴിച്ചു നോക്കിനി എന്തായാലും. എല്ലാം പിച്ചാനായിട്ട് നല്ല നിൽക്കുന്നുണ്ട്. നല്ല പഴുത്ത് തൊടുത്ത് നിൽക്കുക, എല്ലാം പഴുത്ത് നിൽക്കുക കേട്ടോ. അപ്പം ഇവിടെ നിൽക്കുന്നതൊക്കെ ഒന്ന് 2-3 പറിക്കണം. നിനക്ക് ഇഷ്ടമുള്ള പഴം നീ അങ്ങ് പറിക്കും. ഇഷ്ടമാണെങ്കിൽ പറിക്കാം അല്ലയോ? ഇതിന് മുന്നേ കായ്ച്ചെന്നൊക്കെ പറഞ്ഞു, ഞാൻ പഴുത്തുണ്ടല്ലോ പെട്ടെന്ന് അങ്ങ് തീരല്ലേ. അപ്പേ അടന്നടന്നങ്ങ് വീഴത് വിട്ടു. പിന്നെ അങ്ങനെ വെച്ചേക്കുന്ന കഴിക്കും. ഒരു പുളിയും ഇല്ലയോ, ഒരു മധുരവും. നോർത്ത് ഇന്ത്യയിൽ ബേർ എന്ന് പറയും, അതിന്റെ ഒരു സ്ലൈറ്റ് ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ മാംഗോസ്റ്റീൻ ഇല്ലേ, അതിന്റെ പോലെ ഇരിക്കുന്നത്. സീഡും ഉണ്ട്, അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. ചെറിയ പുളിയും മധുരം എല്ലാം കൂടെ. പുളിയേരിയ മാതിരി ഉണ്ട് അല്ലേ? എന്തിനൊക്കെ ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇഷ്ടപ്പെട്ടേ അല്ലേ? അപ്പൊ അത് നമുക്ക് പറിച്ചെടുക്കാം. പിച്ചല്ലേ എല്ലാം നിപ്പുണ്ട് കേട്ടോ. നല്ലൊരു പുളിയും മധുരം ഒക്കെ ആയിട്ട് ഇതെല്ലാം നമുക്ക് പറിച്ചെടുക്കാം. കുറേ നിപ്പുണ്ട് കണ്ടോ. എല്ലാം ഇങ്ങനെ നിൽക്കുക. വല്ല കുഞ്ഞു നാരങ്ങ പഴുത്ത് നിൽക്കുന്ന മാതിരിയുണ്ട്. അവിടെ നിൽക്കുന്നുണ്ട്. ഒരു കമ്പയിൽ തന്നെ കുറേ അങ്ങ് പിടിച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി എടുക്കാം. നമ്മൾ തൊട്ടവണേ അതങ്ങ് വീഴും. കിളിയുടെ ആക്രമണമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കിളി കണ്ടില്ലയോ എന്തോ അറിയാൻ വയ്യ. കാണാത്തോണ്ടാവും. ഞാനീ പറഞ്ഞ മാതിരി ചിലർക്ക് ഈ പുളിരസം ചിലപ്പം പിടിച്ചൊന്നും വരത്തില്ല. പക്ഷേങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നോക്കിക്കേ, ഇത് 2ാമത്തെ പ്രാവശ്യം പിടിച്ചത്. ഇനി കണ്ടോ കുഞ്ഞുകുഞ്ഞാ പിടിച്ചു വരുന്നുണ്ടേ. കണ്ടോ ഇത്രേച്ചാണ് വരുന്നത്. നോക്കിക്കേ, കുഞ്ഞു കായായിട്ട് വരും. ഇവിടെയൊക്കെ നിൽപ്പുണ്ട്. കണ്ടോ കണ്ടോ നിൽക്കുന്നു. നോക്കിക്കേ, ഇതിനകത്ത് വർഷത്തിൽ നമ്മുടെ ഫ്രൂട്ട്സ് മരങ്ങൾക്കൊക്കെ 2 പ്രാവശ്യം വളം കൊടുക്കാറുണ്ട് ആ മഴ സീസണിൽ. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ വേസ്റ്റൊക്കെ നമ്മൾ കൊണ്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുമല്ലോ, ആ വെള്ളം. അപ്പം നമ്മൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതായ എല്ലാ ഫ്രൂട്ട്സ് മരങ്ങൾക്കും വർഷത്തിൽ 2 പ്രാവശ്യം നമ്മൾ നല്ല കട്ടിക്കുള്ള വളമൊക്കെ കൊടുക്കാറുണ്ട്. നമ്മുടെ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളമോ സൂപ്പർ മീൽ ഇങ്ങനെയുള്ളതായ വളമൊക്കെ ഇട്ട് കൊടുക്കും. പിന്നെ വെള്ളമൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കിച്ചണിലെ വേസ്റ്റുകളൊക്കെ ഒരു ബക്കറ്റ് ഇട്ടിട്ട് അത് വെള്ളം നിറച്ച് വെക്കുക. എന്നിട്ട് ആ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ട് ഈ ഫ്രൂട്ട്സ് മരത്തിൻ്റെ എല്ലാം ചുവട്ടിൽ, പ്രത്യേകിച്ച് ഈ ചൂട് കാലത്തൊക്കെ കൊണ്ടൊഴിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇതേപോലെ എല്ലാ ഫ്രൂട്ട്സ് മരങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇതേപോലെ ഫ്രൂട്ട്സൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളും എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കുക. ഇതേപോലെ നമ്മുടെ മുറ്റത്തു നിന്ന് തന്നെ നമുക്ക് ബറാബ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അറിയാമോ? ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ മുറ്റത്ത് തന്നെ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ നല്ല വിഷമില്ലാത്ത നല്ല സുന്ദരമായ ബറാബയൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും. രസമോ, വായിലിട്ട് അങ്ങോട്ടൊന്ന് അത് സൂപ്പറാണ്. കടിക പോലും വേണ്ട, ഒന്ന് തുടച്ചാൽ മതി. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബറാബയുടെ വിളവെടുപ്പ് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുപോലൊക്കെ നട്ടുപിടിപ്പിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.